നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 21-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. നിലവിൽ 12 ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിലാകട്ടെ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതോടൊപ്പം തന്നെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലൊക്കെ തന്നെ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്താകട്ടെ 36 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെട്ടേക്കാം. ഈ മാസം 24 വരെ കനത്ത ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അതേസമയം തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് വേനൽക്കാലത്ത് സ്കൂളുകളിലും അതോടൊപ്പം തന്നെ ട്യൂഷൻ സെൻ്ററുകളിലും ക്ലാസ് നടത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള സർക്കാർ കോടതി ഉത്തരവുകളൊക്കെ തന്നെ ഇപ്പോൾ കർശനമായിട്ട് പാലിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഉത്തരവ് ലംഘിക്കുന്ന സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ എതിരെ നടപടിയെടുത്ത് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ നിർദ്ദേശിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പഠന പിന്തുണ ക്ലാസുകളുടെ സമയക്രമം നിലവിലെ ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്ന് നിരീക്ഷിച്ച കമ്മീഷനാകട്ടെ 5 മുതൽ 9 വരെയുള്ള ക്ലാസുകൾക്കായിട്ട് നിശ്ചയിച്ചിരുന്ന 9:30 മുതൽ 12:30 വരെയുള്ള സമയം അത് മാറ്റിക്കൊണ്ട് രാവിലെ 10:30 അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി വിധി പ്രകാരം CBSE അതുപോലെ തന്നെ ICSE കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവയും ട്യൂഷൻ സെൻ്ററുകളും പ്രവർത്തന സമയം രാവിലെ 7:30 മുതൽ 10:30 വരെയായിട്ട് ക്രമപ്പെടുത്തണം. പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകൾക്ക് ബാധകമായിട്ടുള്ള ഈ ഉത്തരവ് പോലീസും വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും കർശനമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പ്രതിദിന ഉപഭോഗമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. 117.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം മാത്രം കേരളം ഉപയോഗിച്ചത്. വൈദ്യുതി ഉപഭോഗം കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പവർ കട്ടിനോ ലോഡ് ഷെഡിങ്ങിനോ സാധ്യതയുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. എന്നാൽ ഇതൊഴിവാക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി എത്തിച്ച് പ്രതിസന്ധിയൊക്കെ തന്നെ പരിഹരിക്കാനാണ് നീക്കം. ഇതിനായിട്ട് യൂണിറ്റിന് 10 രൂപ വരെ നിരക്കിൽ വൈദ്യുതി വാങ്ങാനായിട്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് KSEB റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. ഈ മാസം 22-ന് നടക്കാനിരിക്കുന്ന പൊതു തെളിവെടുപ്പിന് ശേഷം ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ബാങ്കിൻ്റെയോ പേയ്മെൻറ്റ് പ്രൊവൈഡറുകളുടെയോ ഒക്കെ തന്നെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾ മൂലമോ സാങ്കേതിക പിഴവുകൾ മൂലമോ ഒക്കെ തന്നെ ഉപഭോക്താവിന് പണം നഷ്ടമായാൽ അവർക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ RBI ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ പരിഷ്കരിച്ച നിയമപ്രകാരം ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണെങ്കിൽ ഉപഭോക്താവ് വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ആ തുക തിരികെ നൽകാൻ ബാങ്ക് ബാധ്യസ്ഥരാണ്. ബാങ്കിൻ്റെയോ ഉപഭോക്താവിൻ്റെയോ ഭാഗത്തല്ലാതെ സിസ്റ്റത്തിൽ സംഭവിക്കുന്ന മറ്റ് സുരക്ഷാ ലംഘനങ്ങളൊക്കെ തന്നെ മൂലം പണം നഷ്ടപ്പെടുകയും അതാകട്ടെ 5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യപ്പെട്ടാൽ നഷ്ടപ്പെട്ട തുകയുടെ 85% വരെയോ പരമാവധി 25,000 രൂപ നഷ്ടപരിഹാരമായിട്ട് ലഭിക്കാനായിട്ട് പുതിയ സംവിധാനം സഹായിക്കും. സൈബർ തട്ടിപ്പുകളിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇനി ബാങ്കുകൾക്കായിരിക്കും ഉണ്ടാവുക. എന്നാൽ OTP അല്ലെങ്കിൽ PIN നമ്പർ പങ്കുവയ്ക്കുന്നത് പോലുള്ള ഉപഭോക്താവിൻ്റെയൊക്കെ തന്നെ ഭാഗത്തുനിന്നുള്ള അശ്രദ്ധ അതുമൂലമാണ് ഈ പണം നഷ്ടപ്പെട്ടതെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉപഭോക്താവിനായിരിക്കും എന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായിട്ട് നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേര പദ്ധതി. ഏലം, റബ്ബർ, കാപ്പി തുടങ്ങിയ വിവിധ കൃഷികൾ ചെയ്യുന്ന കർഷകർക്ക് തോട്ടങ്ങളുടെ പുനർനടീലിനായിട്ട് റീപ്ലാന്റിങ്ങിനായിട്ട് ഈ പദ്ധതിയിലൂടെ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ലഭ്യമാണ്. നിലവിൽ റബ്ബർ കൃഷി പുനർനടീലിനുള്ള ധനസഹായത്തിനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. കുറഞ്ഞത് 25 സെൻറ്റ് സ്ഥലമെങ്കിലും ഉള്ള കർഷകർക്ക് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഹെക്ടറിന് നിശ്ചിത നിരക്കിൽ 75,000 രൂപയോ അതിന് മുകളിലോ സാമ്പത്തിക സഹായമായിട്ട് ലഭിക്കും. മാത്രമല്ല കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃത്യസമയത്ത് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നിലവിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം ഇനി എല്ലാവരും കാത്തിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും
തങ്ങളുടെ പ്രകടന പത്രികകളൊക്കെ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ എല്ലാ മുന്നണികളും പ്രധാനമായിട്ടും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അവരുടെ പ്രഖ്യാപനം 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളെ സംബന്ധിച്ചുള്ളതാണ്. മെയ് മാസം മുതൽ പെൻഷന്റെ അടിസ്ഥാന നിരക്കിൽ മാറ്റം വരുമെന്നും ഏറ്റവും കുറഞ്ഞ തുക 3000 രൂപയായിട്ട് ഉയർത്തപ്പെടുമെന്നും ഇതിനോടകം തന്നെ ഉറപ്പായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിഭാഗത്തിലൊക്കെ തന്നെ പെടുന്ന ആളുകൾക്ക് 25% തുക അധികമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയും മുന്നണികളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മെയ് മാസം മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് അറിയിച്ചിട്ടുള്ളതിനാൽ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സമ്മതിദായകനും വിവിധ പാർട്ടികളുടെ വാഗ്ദാനങ്ങൾ കൃത്യമായി താരതമ്യം ചെയ്തുകൊണ്ട് ഉചിതമായിട്ടുള്ള വ്യക്തികൾക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ നിലവിൽ പെൻഷൻ ലഭിക്കുന്നവർ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിക്കുന്നുണ്ടെന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ മസ്റ്ററിങ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ അത് കൃത്യസമയത്ത് സമർപ്പിച്ചുകൊണ്ട് പെൻഷൻ പുതുക്കാനായിട്ട് മറക്കരുത്. രേഖകളിൽ വരുന്ന ചെറിയ പിശകുകൾ പോലും ആനുകൂല്യം തടസ്സപ്പെടാനായിട്ട് കാരണമായേക്കാം. പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. 60 വയസ്സ് പിന്നിട്ടവർക്കും വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കും വാർദ്ധക്യകാല പെൻഷനായിട്ടൊക്കെ തന്നെ അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ 1 ഏക്കറിൽ കൂടുതൽ ഭൂമി, അതുപോലെ തന്നെ 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീട്, എയർ കണ്ടീഷനുള്ള വീടുകൾ, 1000 cc കൂടുതൽ കപ്പാസിറ്റിയുള്ള 4 ചക്രം സ്വകാര്യ വാഹനങ്ങൾ എന്നിവയൊക്കെ ഉള്ളവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടാവില്ല. APL BPL വ്യത്യാസമില്ലാതെ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. തിങ്കളാഴ്ച ഏപ്രിൽ 20 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,235 രൂപയിലും പവന് 360 രൂപ കുറഞ്ഞ് 1,13,880 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.